അജഗജാന്തരം 2 വരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അജഗജാന്തരം 2 വരുന്നു. കാത്തിരുന്ന അപ്ഡേറ്റ് ഇനി വൈകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയായിരുന്നു ചാവേർ. ഇപ്പോൾ ഇതാ 4ാമത്തെ ചിത്രത്തിനുള്ള ഒരുക്കത്തിലാണ് സംവിധായകൻ എന്ന് തോന്നുന്നു. അജഗജാന്തരം 2 ആണ് വരാനിരിക്കുന്നതെന്നുള്ള സൂചനകളാണ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, നടൻ കിച്ചു ടെല്ലസ് ആണ്. അജഗജാന്തരം കണ്ടവരാരും ആന്റണി വർഗീസിനൊപ്പം അഭിനയിച്ച ആനപ്പാപ്പാനെ മറന്നു കാണില്ല. കിച്ചു ടെല്ലസ് അവതരിപ്പിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഇതാ താൻ കാത്തിരിക്കുകയാണെന്ന് എഴുതിക്കൊണ്ട് അജഗജാന്തരത്തിന്റെ ഒരു പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് കിച്ചു ടെല്ലസിന്റെ അഭിപ്രായ പ്രകാരം അജഗജാന്തരം സിനിമ അവസാനിക്കുന്നതും 2ാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണെന്നാണ്. എന്തായാലും ആരാധകരും ഏറെ കാത്തിരിപ്പിൽ തന്നെയാണ് അജഗജാന്തരത്തിന്റെ 2ാം ഭാഗത്തിനു വേണ്ടി. വൈകാതെ തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു കിടിലൻ അപ്ഡേറ്റ് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2021 ഫെബ്രുവരി 26 റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ COVID-19 പ്രതിസന്ധി കാരണം റിലീസ് മാറ്റിവെച്ച് ഒടുവിൽ 2021 ഡിസംബർ 23 ക്രിസ്മസ് വാരാന്ത്യത്തോടുകൂടി അനുബന്ധിച്ച് റിലീസ് ചെയ്യപ്പെട്ട ചിത്രം 100 ദിവസത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു. ഒരുപാട് യുവാക്കൾ ഈ ചിത്രത്തെ ഏറ്റെടുക്കുകയും കിടിലൻ ആക്ഷൻ രംഗങ്ങളും അതിൻ്റെ BGMഉം വളരെ രസകരമായിട്ടുള്ള ക്യാമറ വർക്കും ആർട്ട് വർക്കും ഒക്കെ വലിയ രീതിയിൽ തന്നെ ആളുകൾ ആസ്വദിക്കുകയും കയ്യടിക്കുകയും തിയേറ്ററിൽ കോരിത്തരിച്ചിരുന്ന് ഈ ചിത്രത്തെ ഒരുപാട് വാനോളം പുകഴ്ത്തിയതും നമ്മൾ മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ആന്റണി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് നല്ല ഹിറ്റ് ചിത്രങ്ങൾ ഒരുപാട് കിട്ടി. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടപ്പോഴും RDX പോലുള്ള വൻ വിജയ ചിത്രങ്ങൾ 100 കോടി കളക്ഷൻ നേടിയ ചിത്രമൊക്കെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ഡിജിറ്റൽ അവകാശങ്ങൾ സോണി ലീവും സൂര്യ TVയും അന്ന് സ്വന്തമാക്കിയതും അത്യാവശ്യം നല്ല റേറ്റിംഗിൽ തന്നെയായിരുന്നു. 2021 റിലീസായ അജഗജാന്തരം എന്ന സൂപ്പർ മെഗാ വിജയ ചിത്രത്തിന് ശേഷം അതിൻ്റെ 2ാം ഭാഗത്തിനുള്ള പണിപ്പുരയിൽ തന്നെയായിരിക്കും ടിനു പാപ്പച്ചൻ എന്നാണ് കണക്കാക്കുന്നത്. കാരണം ചാവേർ ഉണ്ടാക്കിയ ക്ഷീണം അത്ര ചെറുതല്ലാത്തൊരു ക്ഷീണം തന്നെയായിരുന്നു. ചാവേറിൻ്റെ പോസ്റ്ററും അതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ ആളുകൾ വലിയ ആവേശത്തോടെയാണ് ആ സിനിമ കാണാൻ പോയത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു നിരാശ ആ ചിത്രത്തിന് ആളുകൾക്ക് ഉണ്ടാക്കിയെടുത്തു. പ്രതീക്ഷിച്ചില്ല അത്തരത്തിലുള്ളൊരു വീഴ്ച ചിത്രത്തിന്. ആളുകൾ ഒരുപാട് വാഴ്ത്തിയ ടിനു പാപ്പച്ചന് 3ാമത്തെ ചിത്രം അങ്ങനെ പരാജയപ്പെടുകയും 4ാമത്തെ ചിത്രം അങ്ങനെ വൻ വിജയം നേടുകയും ചെയ്തു എന്നുള്ളതാണ് വലിയൊരു പ്രതീക്ഷ. അങ്ങനെ 3ാമത്തെ ചിത്രം വലിയൊരു പരാജയമായി എങ്കിലും 4ാം ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും അതെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ഷന് വലിയ പ്രാധാന്യം നൽകുന്ന ചിത്രം തന്നെയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഊഹാപോഹങ്ങൾ പ്രകാരം ചിത്രം അജഗജാന്തരത്തിന്റെ 2ാം ഭാഗം തന്നെയാണെന്നാണ് കിച്ചു ടെല്ലസിന്റെ ആ ഒരു ഒറ്റ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതോ മറ്റൊരു ജോണറിലുള്ള ചിത്രമാണോ, അതോ മറ്റൊരു പരീക്ഷണ ചിത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.